എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ബറൂച്ച് ജില്ലയിലെ അങ്ക്ലേശ്വറിലാണ് ഉള്ളത്. ഇന്ന് തിരുവോണ ദിനം. നമ്മളുടെ ഗുജറാത്തിലെ മലയാളികൾ എല്ലാവരുടെയും ഓണാഘോഷ പരിപാടികൾ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ളൊരു ഓണാഘോഷ പരിപാടി ഇന്ന് നമുക്ക് അങ്ക്ലേശ്വറിൽ സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു. സാധാരണഗതിയിൽ നമ്മൾ മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് സമാജങ്ങളുടെ ഒപ്പവും അതുപോലെ തന്നെ പലവിധ സാമുദായിക സംഘടനകൾക്കൊപ്പവും മറ്റുള്ള സംഘടനകൾക്കൊപ്പവുമാണ്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ളൊരു ഓണാഘോഷം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇത് ഗുജറാത്തിൽ ഇങ്ങനെ ഒരു ഓണാഘോഷം കാണുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം ഇതൊരു ഹൗസിംഗ് സൊസൈറ്റി അതല്ലെന്നുണ്ടെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു ഓണാഘോഷമാണ്. അതായത് ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന കുറച്ചധികം മലയാളികൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തിക്കൊണ്ടുവരുന്ന ഒരു ഓണാഘോഷ പരിപാടിയാണ് ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും തിരുവോണ നാളിൽ അവര് ഇവിടെ ഓണാഘോഷ പരിപാടികൾ നടത്താറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അതൊന്ന് നേരിട്ട് സാക്ഷ്യം വഹിക്കാൻ ഒരു അവസരം ഉണ്ടായിരിക്കുകയാണ്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശ്രീ ഷാജി എം ബേബി നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പം ഷാജി ഭായി, ഇങ്ങനൊരു ആശയം, അതായത് സാധാരണ ഇതിൽ ഇപ്പോൾ ഗുജറാത്തിൽ നമ്മുടെ കേരളത്തിലൊക്കെ ഡെഫിനറ്റ്ലി ഓരോ ഹൗസിംഗ് സൊസൈറ്റികൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഓണാഘോഷ പരിപാടികൾ നടക്കാറുണ്ട്. പക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഗുജറാത്തിൽ ഇനി അഥവാ ഗുജറാത്തിൽ മറ്റ് ഹൗസിംഗ് സൊസൈറ്റികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും. ഈ വീഡിയോയ്ക്ക് താഴെ അങ്ങനെയുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കമന്റ് ചെയ്ത് നമ്മളെ ഒന്ന് ധരിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ വരാനുള്ള ഒരു റീസൺ എന്താ? നമ്മൾ എത്ര ഫാമിലി ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ നമ്മൾ ഗുജറാത്തികളെ കൂടെ, അതായത് ഇവിടെയുള്ള ബാക്കിയുള്ള സംസ്ഥാനത്തെ ആളുകളെ കൂടി നമ്മളുടെ ഈ ഓണാഘോഷ പരിപാടികളിലേക്ക് ഉൾപ്പെടുത്താറുണ്ട്. ഇതിനകത്ത് എല്ലാവർക്കും നമസ്കാരം. ഇതിനകത്തുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങള് ഒരു 4 വർഷത്തിന് മുമ്പ് ഇന്നിപ്പോ ഈ പരിപാടി നടത്തിയത് 4ാം വർഷമാണ്. ഞങ്ങള് ആദ്യത്തെ വർഷം എല്ലാവരും ഞങ്ങളുടെ ഈ സൊസൈറ്റിയില് 18 ഫാമിലിയാണുള്ളത്. ഓണത്തിൻ്റെ അന്ന് രാവിലെ എല്ലാവരും വിഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓണം സദ്യ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങള് അവര് താഴെ വന്നു, താഴത്തെ ഗ്രൗണ്ടിൽ വന്നിട്ട് അവര് എവിടോ ഈ ടി വിക്കകത്ത് കാണുന്നതായിരിക്കും. പിന്നെ ഓട്ടവും ചാട്ടവും അതൊക്കെ അവര് കണ്ട് നമ്മുടെ ഇവിടെ നടന്ന കുട്ടികളാ. പിന്നെ ഇവിടെ നമുക്ക് വർഷത്തിലെ ഒരു പ്രോഗ്രാം നടത്തുന്നത് നമ്മുടെ അസോസിയേഷനിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുട്ടികൾക്കൊന്നും ഓണം എന്തുവാണെന്നും അറിയത്തില്ല. പിന്നെ എല്ലാവരും കൂടെ ഒത്തുകൂടി ആ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്ക് ഇതിനൊരു സത്യത്തിൽ ഒരു പ്രോത്സാഹനം തന്നത്. ആ കുഞ്ഞുങ്ങള് ചെറിയ ചരടയില് 2 കൂട്ടരും വടം വലിക്കുകയും അതുപോലെ തന്നെ അവര് ഓടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഞങ്ങള് കുറച്ച് കയറി കണ്ടിട്ട് ഞങ്ങൾക്കൊരു സന്തോഷം തോന്നി. എന്നിട്ട് നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കാം എന്ന് എല്ലാവരും കൂടി ആദ്യത്തെ വർഷം ചുമ്മാതെ ഒരു 3-4 കസേരയൊക്കെ ഓരോ വീട്ടുകളിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മളത് ഇട്ട് ചെറിയ രീതിയിൽ പരിപാടി തുടങ്ങി. പിന്നെ അതെന്തോ അന്നൊരു സ്റ്റാർട്ടിങ് ആയിരുന്നു. 2ാം വർഷം എല്ലാവരും കൂടെ ഈ 18 ഫാമിലിക്കാരെല്ലാം കൂടെ ഞങ്ങൾക്കൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. വല്ലപാട്ടിക മല്ലൂസ് ഗ്രൂപ്പ് എന്നും പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട്. അതിനകത്ത് ഞങ്ങളുടെ ഈ 18 ഫാമിലിയുള്ള ആരുടെയും ബർത്ത്ഡേ, പിന്നെ വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ പല ഇതിനകത്ത് സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ഞങ്ങള് പരസ്പരം പങ്കുചേരാറുണ്ട്. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പിറ്റേ വർഷം ഞങ്ങൾ പ്ലാൻ ചെയ്തു, എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹമല്ല, അവര് നമ്മൾ കാണിച്ചു തന്ന ഒരു വഴിയാണിത്, അതിനി മുടക്കണ്ട എന്ന് വിചാരിച്ച് ഞങ്ങള് എല്ലാവരും കൂടെ മുന്നിട്ടിറങ്ങി ഒരു 2ാം വർഷം നടത്തി. അത് കഴിഞ്ഞതിന് ശേഷം അത് 3ാം വർഷമായി. ഇത് 4ാം വർഷത്തിലേക്ക് കടക്കാണ്. ഓരോ വർഷവും വെച്ചടി. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആരും അങ്ങനെ ഭാരവാഹികളില്ല. എല്ലാവരും ഭാരവാഹികളാണ്. അല്ലല്ല അത് ഒരാൾ ചെയ്യട്ടെ ഇതൊരാൾ ചെയ്യട്ടെ അങ്ങനല്ല, ഇതെല്ലാവരുടെ കൂടി ചെയ്യുക. ഇന്നലെ രാത്രി മൊത്തം മഴയായിരുന്നു. ആ മഴ അതിജീവിച്ച് ഞങ്ങള് എല്ലാവരും കൂടി സൊസൈറ്റി മൊത്തം അലങ്കരിച്ച് അത് ഇവിടുത്തുകാർക്കും വളരെ സന്തോഷമാണ്. ഇവരെല്ലാം കൂടെ ഒത്തുകൂടി ഒരു പ്രോഗ്രാം നടത്തുക, ഓണ പ്രോഗ്രാം നടത്തുക.
അവർക്കും വളരെ സന്തോഷമാണ്. അവരും ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരുന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നു ഈ ഗുജറാത്തിൽ അങ്ങനെ ഒരു സൊസൈറ്റിയിലൊരു ഓണ പ്രോഗ്രാം ഇത്രയും നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും വേണ്ടില്ല, വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഇനിയുള്ള കാലത്തും അതുപോലെ തന്നെ ഇപ്പൊ ഈ 18 ഫാമിലി ഇതിനകത്തുണ്ട്. ഇതിനകത്ത് 1-2 ഫാമിലി വേറെ സ്ഥലത്തേക്ക് താമസം മാറി എങ്കിൽ തന്നെ അവരുടെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ട്. അവര് ഇന്ന് ആ സമയമാണെന്നെ ഞങ്ങളെ ഓർപ്പിക്കും, എന്തോ നമ്മുടെ പരിപാടി. ഞങ്ങൾ പറയും നമുക്ക് പരിപാടി മുൻപോട്ട് കൊണ്ടുപോകാം, ഞങ്ങളും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു വളരെ സന്തോഷമാണ്. ഈ ഓണം ഇതൊരു ഭയങ്കര വളരെ മനസ്സിനകത്ത് വലിയൊരു സന്തോഷമാക്കി തീർക്കുകയായിരുന്നു ചെയ്തത്. ഇത് ഇപ്പോൾ എത്ര വർഷമായി പരിപാടി സ്റ്റാർട്ട് ആയിട്ട്? അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ അവരുടെ ഒരു, അതായത് സൊസൈറ്റിയിൽ ബാക്കിയും നമ്മൾ മലയാളികൾ മാത്രമല്ലല്ലോ സൊസൈറ്റിക്കകത്തിലുള്ളത്. അപ്പം ഏകദേശം ഒരു 100-100 ഫാമിലീസ് താമസിക്കുന്ന മറ്റ് സംസ്ഥാനത്തിലുള്ള ആളുകൾ കൂടിയുണ്ട്. അതായത് നമ്മൾ ഗുജറാത്തികളൊക്കെ ഉണ്ട്. അവരുടെ സൈഡിൽ നിന്നിട്ടൊക്കെ ഉള്ളൊരു സപ്പോർട്ട്, അവരുടെ കുട്ടികളുടെയൊക്കെ ഒരു സപ്പോർട്ട്, അതെങ്ങനെയാണ്? ഇത് ഞങ്ങളുടെ ഈ സൊസൈറ്റിയിൽ 56 ഫ്ലാറ്റാണുള്ളത്. 56-ൽ ഞങ്ങൾ 17-18 ഫാമിലിയെ മലയാളികളുള്ളൂ. ബാക്കിയുള്ള ഗുജറാത്തികളുണ്ട്, ബീഹാറികളുണ്ട്, UP-കാരുണ്ട്. അവരുടെയൊക്കെ ഒരു നല്ല പങ്കാളിത്തം ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങളുടെ ഒപ്പം തന്നെ അവരും വരുന്നുണ്ട്. വടം വലിക്കാനായാലും സ്പോർട്സ് ഐറ്റംസിനാണേലും ഞങ്ങളുടെ കേരള സാരി വേണമെന്ന് പറഞ്ഞ് ഞങ്ങളോട് വന്ന് വാങ്ങിച്ചുകൊടുത്തു. മലയാളി മങ്കയായിട്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഗുജറാത്തികളും ഉണ്ട്. കഴിഞ്ഞ 4 വർഷമായി ഞങ്ങൾ ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നു. ഈ 4 വർഷത്തിൽ ഈ വർഷം മഴയായിട്ട് കൂടിയും ഇത്രത്തോളം ആൾക്കാർ ഇതിൽ സഹകരിക്കുന്നു. ഇതിൽ പ്രത്യേകിച്ചൊരു ചെയർപേഴ്സണോ പ്രസിഡന്റോ സെക്രട്ടറിയോ ഭാരവാഹികളോ ഇല്ല. അപ്പോൾ വളരെ നന്ദി. ഇത് നമ്മുടെ ഗുജറാത്തിലെ മലയാളികൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന മറ്റൊരു നല്ലൊരു ഐഡിയ ആണിത്. അതായത് കുറച്ചും കൂടി ഗ്യാതറിങ് ഒന്ന് നല്ലതായിട്ട് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നല്ലൊരു ആശയമാണിത്. അതായത് കുറച്ചധികം മലയാളികൾ കൂട്ടമായിട്ടുള്ളൊരു, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള 1-2 സൊസൈറ്റികൾ കേന്ദ്രീകരിച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ആഘോഷങ്ങൾ, അത് ക്രിസ്മസ് ആയിക്കോട്ടെ, ഓണാഘോഷമായിക്കോട്ടെ, ന്യൂ ഇയർ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒന്ന് ഒത്തുചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമുക്കറിയാം ഒരു സൊസൈറ്റിയിൽ തന്നെയുള്ള ആളുകൾക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത, അല്ലെങ്കിൽ കുട്ടികൾക്കായാലും ശരി മുതിർന്നവർക്കായാലും ശരി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത ഒരു സാഹചര്യമുണ്ട്. സോ അങ്ങനത്തെ ഒരു സംഗതികൾ അവോയ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ കൂടുതലൊരു ഗ്യാതറിങ്ങും ഒരു ഒത്തൊരുമയും അതായത് സൊസൈറ്റികളിൽ താമസിക്കുന്ന തൊട്ടടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള സൊസൈറ്റികളിൽ താമസിക്കുന്ന ആളുകൾക്കിടയിൽ കൂട്ടി ഉറപ്പിക്കാൻ ഇങ്ങനെയുള്ളൊരു ആശയം നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും. സോ താങ്ക്സ് ലോട്ട് ഷാജിങ്ങളെ, വളരെ നന്ദി. സുനിത മാഡം, താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.